ഹായ് ഫ്രണ്ട്സ്, ഇത് പിടിച്ചേ. ഞങ്ങളിതേ കടയിൽ വരെ പോവാണ് കേട്ടോ. അപ്പം വാതിലടയ്ക്കട്ടെ. അയ്യോ, ഞങ്ങളിവിടെ തൊട്ട് മുകളിൽ കടയിൽ വരെ പോവാണേ. അപ്പം കുഞ്ഞാപ്പീനെയും കൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഞാനിതൊന്ന് അഴിച്ചിടട്ടെ. ഇത് കേട്ടോ, ഇവിടെ കെട്ടിയിട്ടേക്കുക കറക്റ്റ്. രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണേ കടയിലോട്ടെ. ഞങ്ങളിന്ന് നേരത്തെ ചോറുണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ രാവിലെ കാപ്പി കൂടി വളരെ നേരത്തെ ഞാൻ കാപ്പി കുടിച്ചായിരുന്നു, ഒരു 7 മണിയൊക്കെ ആയപ്പം. അപ്പോൾ സ്വാഭാവികമായിട്ടും 11:30 ആകുമ്പോൾ നമുക്ക് 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ആ മഴയില്ലാത്ത സമയം നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. ചുമയൊക്കെ മാറി. പെണ്ണിൻ്റെ ചുമയുണ്ടോ? ചുമ്മാ പറയല്ലേ. ഒന്നും എടുത്തേക്കില്ല കേട്ടോ, നമ്മുടെ പൈസ കുറവാണേ. ലേസ് എടുത്തോ, വേറൊന്നും എടുത്തേക്കില്ലേ. കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഡെയിലി പൊയ്ക്കൊണ്ടിരുന്ന കടയായിരുന്നേ. ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് സംബന്ധിച്ച് ഞാനങ്ങനെ പോകാറില്ലായിരുന്നു കേട്ടോ കടയിൽ. അപ്പം ചേട്ടായിയാണ് എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരുന്നത്. കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ മരിച്ചു പോയായിരുന്നല്ലോ, അതിൻ്റെ ഇടയ്ക്കൂടെ ആയിരുന്നേ. അവരുടെ തോട്ടത്തിലൂടെ ആയിരുന്നു ഞാൻ കടയിൽ കയറി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അത് ഒഴിവായതുകൊണ്ട് നമ്മുടെ പോക്കൊക്കെ ക്യാൻസലായി, കടയിൽ പോക്കൊക്കെ ക്യാൻസലായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ഇടുമ്പോൾ ചേട്ടായി മേടിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവർക്ക് കഴിക്കാനൊന്നും ഇരിപ്പില്ല. എപ്പോഴും അങ്ങനെ കുഞ്ഞുങ്ങൾ ചോറുണ്ണുന്നത്. ഇവക്കാണെങ്കിൽ ഒന്നാമത് ചോറുണ്ണാൻ മടിയുക. അപ്പം ഞാനെന്നാൽ ഓർത്തു എന്നാൽ എന്നേലും ബിസ്ക്കറ്റ് എന്തെങ്കിലും പോയി മേടിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ പൈസയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അക്കൗണ്ടിൽ പൈസയുണ്ട്, പക്ഷെ കയ്യിലെടുത്തു കേട്ടോ. കയ്യിലെൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെന്താ, കുടയെടുത്തിട്ടുണ്ട്. കടയിലോട്ട് പോവുകയാണേ. ഇടയ്ക്ക് അവളുടെ ഉടുപ്പിൻ്റെ ഇത് വള്ളി കഴിഞ്ഞ് പോയി കേട്ടോ. നമുക്ക് അങ്ങനെയാണ് ഭയങ്കര, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വള്ളി കഴിക്കലാണ്. അപ്പം ഞങ്ങളിതേ കടയിലോട്ടല്ല ടൗണിലോട്ട് എത്താറായിട്ടുണ്ട്. എന്നാ കാണിക്കു പറയും. ഞാൻ വീഡിയോല്ലേ എൻ്റെ ചെരുപ്പൊക്കെ കയറി ചവിട്ടിയാലോ? വേറെ എന്തെങ്കിലും വേണോ നിനക്ക്? ഒരു അപ്പോൾ ഇതേ കടയിലൊക്കെ പോയി ഞങ്ങളിത് തിരിച്ചു പോവുകയാണെ വീട്ടിലോട്ടെ. മഴ പെയ്തില്ല കേട്ടോ. മഴ പെയ്യൂന്ന് ഓർത്തു, പക്ഷെ മഴ പെയ്തില്ല. 180 രൂപയുടെ സാധനം മേടിച്ചു കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ മിക്സർ മേടിച്ചു, മറ്റേ നമ്മുടെ ഞുറുക്കില്ലേ അത് മേടിച്ചു, പിന്നെ മറ്റേ നമ്മുടെ അവലോസുണ്ടയില്ലേ അരിയുണ്ട അത് മേടിച്ചു 4 എണ്ണം. പിന്നെ കൊച്ചിന് ലേസ് മേടിച്ചു, നബാട്ടി മേടിച്ചു, പിന്നെ ഒരു പാരഷൂട്ടിൻ്റെ എണ്ണയും മേടിച്ചു കേട്ടോ. ഇത്രയും മേടിച്ചപ്പം ഇത്രയും പൈസയായേ. ഞാൻ 500 രൂപയും കൊണ്ടായിരുന്നു പോയത്. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ എടുത്താണ് കേട്ടോ പോകുന്നത്. എന്നായാലും അവിടെ പോയിട്ട് ഇവിടെ വരുന്നോടം വരെ മഴയൊന്നും പെയ്തില്ല കുരുത്തത്തിന്. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ചെന്നിട്ട് ഈ പെണ്ണിനെ കൊണ്ട് കയറി ഒന്ന് കിടക്കണം. ഇവൾ ഉറങ്ങുമായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം വേറെന്താ, വേറൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. എല്ലാവരും കമൻറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. പകുതി ആൾക്കാർ കാണുന്നവർ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പം
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് കൊണ്ടും കമൻറ്റ് കൊണ്ടുമാണ് നമുക്ക് പിന്നീടും വീഡിയോ ഇടാൻ തോന്നുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, ഈ എൻ്റെ ഇഷ്ട വിഭവം കണ്ടു, ഒരു പ്ലാവിന്മേൽ കിടന്നിട്ട് വിണ്ട് പോവുക കണ്ടോ. ഇവിടെയുള്ളവർക്ക് ആർക്കും ചക്ക വേണ്ടെന്ന് തോന്നുന്നു, എല്ലാം വിണ്ട് കേടായി പോകുന്നു. ശോ, കഷ്ടം. അത് വരിക്കച്ചക്കയാന്ന് തോന്നുന്നു. അപ്പം അത്രേ ഉള്ളേ. അപ്പം നമ്മളിവിടെ മഴയായിരുന്നു കേട്ടോ രാവിലെ, ഇന്നലെ തൊട്ട് ഇന്നെല്ലാം മഴയായിരുന്നേ. മഴയത്ത് ഇവിടെ എല്ലാം നല്ല ഉറവ് വെള്ളമാണ് കേട്ടോ വരുന്നത്, നല്ല ഉറവയുണ്ട്. ഇത് ഇവിടുന്ന് ഞാൻ ഉറവ് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇവരുടെ വീടിൻ്റെ ഇടയ്ക്കുന്ന്, കല്ലിൻ്റെ ഇടയ്ക്കുന്ന് വരുന്ന ഉറവ് വെള്ളമാണത്. അതിങ്ങനെ എന്നാ സൂപ്പർ വെള്ളമാണെന്നറിയാമോ. അതിങ്ങനെ ഒഴുകി 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 ഇവിടെ ഇങ്ങനെ കൈവരി പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ പോകും. ഉണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഉണ്ടോ, അവിടെ ഒരു തോടാണ് കേട്ടോ, കുഞ്ഞൊരു തോട്. പണ്ട് ആ തോട്ടിലൊക്കെ ആൾക്കാർ കുളിക്കാനും അലക്കാനും എല്ലാം വന്നുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ഞങ്ങളിവിടെ താമസമായ പിന്നെ ഒന്നും ആരും വന്ന് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പതുക്കെ ഇവിടെ തെന്നും മോനെ, തെന്നും പതുക്കെ കയറി വരണേ. അപ്പം അത്രയേ ഉള്ളൂ. ദേ വീടെത്തി കേട്ടോ. മഴയൊക്കെ പോയത് അപ്പടി ചെളിയായിട്ട് കിടക്കുമായിരുന്നു. രാവിലെ ഞാൻ ഇവിടെ എല്ലാം തുടച്ചതാണേ. അപ്പോൾ ദേ വീടെത്തിയിട്ടുണ്ട്. തുണിയെല്ലാം ദേ അകത്തെ കൂടെ വിരിച്ചിട്ടേക്കുവാണ് കേട്ടോ. അതിനെ നിവർത്തിയുള്ളൂ. അപ്പം പറഞ്ഞാൽ മറക്കണ്ട, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.